ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത. ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളെ കാണുകയാണ്. ന്യൂസ് 18നോട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പ്രവർത്തകരെല്ലാം അവരോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ NDRF സേനയൊക്കെ വരും. ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ അവരോടെങ്കിലും NDRF? ഇടുക്കിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആലപ്പുഴയിലുള്ള ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. പത്തനംതിട്ടയിലൊരു ടീമുണ്ട്. ആവശ്യാനുസരണം അവർ മൂവ് ചെയ്യും. വലിയ ഇൻസിഡൻസിന് മാത്രമേ അവർ ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾക്കൊരു ചെറുകിട പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നത് ശരിയല്ല. നമ്മളുടെ ശേഷി അതിന് മാത്രമുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ ശേഷിയുള്ളൊരു പ്രസ്ഥാനമാണ്. താങ്ക് യു സാർ. ഏതായാലും ദുരിതനിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദുരിതനിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഡോക്ടർ ശേഖർ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ സജ്ജമാണ്. NDRF എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് വിന്യസിക്കാനുള്ള 9 ടീം കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏകോപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനിയും തെക്കൻ കേരളത്തിൽ മഴ കുറയെങ്കിലും വടക്കൻ കേരളത്തിൽ അത് ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണുള്ളത്. ഈ 4 പേരെ ഇപ്പോൾ കാണാനില്ല. അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെ നടക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് സംസാരിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. VV അരുണുമായിട്ടാണ് പ്രതികരണം നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.